പ്രവാസിയായ മുണ്ടക്കൈ സ്വദേശി നൌഫൽ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പ്രിയപ്പെട്ടവരാരും ബാക്കിയില്ല. വീടുൾപ്പെടെ സകലതും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. നൌഫലിന്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയാതെ ഒരു നാട് മുഴുവൻ തേങ്ങുകയാണ്. ഇതാണ് മുണ്ടക്കൈ ടൗണിൽ നൌഫലിന്റെ വീടിരുന്ന സ്ഥലം. ഇന്ന് ആ വീടില്ല. വീടിരുന്ന സ്ഥലത്ത് അതിന്റെ അടയാളങ്ങൾ പോലുമില്ല. സ്വന്തം ചെറുപട്ടണമില്ല. പ്രിയപ്പെട്ടവർ ആരുമില്ല. ദുരിതം പെയ്തിറങ്ങിയ രാത്രിയിൽ കളത്തിങ്കൽ വീട്ടിൽ നൌഫലിന് പ്രിയപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും നൌഫലിന്റെ ഭാര്യയും 3 മക്കളും, കൂടാതെ സഹോദരനും ഭാര്യയും അവരുടെ 3 മക്കളും. 11 പേരെയും ഉരുൾ കവർന്നു. ഉമ്മയുടെ കുടുംബം ഇവിടെ ആയിരുന്നു. അതിൽ 11 ആളുണ്ടായിരുന്നു. വല്യപ്പ, വല്യമ്മ, കസിൻസ്, അമ്മോന്, അമ്മോന്റെ ഭാര്യ, അങ്ങനെ ആയിട്ട്. പിന്നെ അത് നേരെ പിന്നെ പോയത് ചൂരൽമലയാണ് ഇപ്പാന്റെ വര. ഇപ്പാന്റെ വരയിൽ വല്യമ്മ, അമ്മായി, കസിൻസ്, മേമ, അങ്ങനെ മൊത്തം 16 ആള് കുടുംബത്തിൽ നിന്ന്. സകലതും നഷ്ടപ്പെട്ട് മുണ്ടക്കൈയിലേക്ക് മടങ്ങിയെത്തിയ നൌഫൽ നിസ്സഹായനായിരുന്നു. ഇത്രയും കാലം ജീവിച്ച മണ്ണിൽ അയാൾ മാത്രം ഒറ്റയ്ക്കായി. ദുരന്ത വാർത്തയറിഞ്ഞ് നാട്ടിലെത്തിയ നൌഫലിന് കാണാൻ കഴിഞ്ഞത് ഒരേ ഒരു മുഖം, മകളുടെ മാത്രം മുഖം. കല്യാണം അടുത്ത മാസമായിരുന്നു. നിക്കാഹ് കഴിഞ്ഞായിരുന്നു 2 കൊല്ലം മുമ്പ്. ഇപ്പോൾ കൂട്ടിക്കൊണ്ടവര് അടുത്ത മാസം ഇവിടെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് ഫോട്ടോഗ്രാഫറെ വിളിച്ച് കല്യാണം വിളി ഏകദേശം തുടങ്ങിയത്. സ്വർണ്ണമൊക്കെ എടുത്ത്. വീട്ടിലുണ്ടായിരുന്നവരെ കൂടാതെ ബന്ധുക്കളായ 5 പേരെയും നൌഫലിന് നഷ്ടമായി. ക്യാമറാമാൻ അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 വയനാട്.